പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭയിൽ ഇന്ന് സ്വർണ്ണവെള്ളി എന്നറിയപ്പെടുന്ന വലിയ ഒരു ഓർമ്മയുടെ ദിവസമാണ്. പത്രോസും യാക്കോബും അവരുടെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു മുടന്തൻ സഹായം ചോദിച്ചതും അവൻ്റെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് വലിയ സമ്മാനം, അവൻ്റെ മുടന്ത് എന്നേക്കുമായി മാറ്റുന്ന ആ വലിയ അനുഗ്രഹം ഈശോയുടെ അത്ഭുതകരമായ ശക്തി വഴി പത്രോസിലൂടെ ആ മനുഷ്യനിലേക്ക് കടന്നു വന്ന് അവന് സൗഖ്യം കിട്ടുന്നതും അവൻ സന്തോഷത്താൽ കുതിച്ചു ചാടുന്നതുമൊക്കെയായ ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വചനം ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു. ഭിക്ഷ ചോദിച്ചപ്പോൾ സ്വർണമോ വെള്ളിയോ എനിക്ക് തരാനില്ല എന്ന് പറഞ്ഞ് സ്വർണത്തേക്കാൾ വിലയുള്ള ആ വലിയ അനുഗ്രഹം കൊടുത്തതിൻ്റെ ഓർമ്മ ഇന്ന് സ്വർണ്ണവെള്ളി എന്ന പേരിൽ തിരുസഭയിൽ അനുസ്മരിക്കപ്പെടുന്നു. ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെയും ജീവിതത്തിൽ ദൈവം സ്വർണം പോലെ സ്വർണത്തേക്കാൾ മേൽത്തരമായ അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോ പറയുന്നൊരു വാക്യം ഇങ്ങനെയാണല്ലോ: അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, പക്ഷെ വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. നമ്മുടെ ഇന്നത്തെ ചിന്ത അല്പസമയം എന്നൊരു വാക്കിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദുഃഖങ്ങളോ വേദനകളോ ഒന്നും നിത്യമല്ല, സന്തോഷവും അതുപോലെ നിത്യമല്ല, മാറി വരാം. ഇതൊക്കെ അല്പസമയത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കാൻ പറ്റിയാൽ നമ്മുടെ മനസ്സ് മടുത്തു പോകുന്ന അനുഭവങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റാൻ സാധിക്കുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. 2 കൊച്ചു കഥകൾ പെട്ടെന്ന് പറയട്ടെ. ഒന്ന്, നമുക്കെല്ലാം പരിചിതമായ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ബുദ്ധിമാനായ മന്ത്രി ബീർബലിനോട് പറഞ്ഞ, രാജകൊട്ടാരത്തിൽ എഴുതിയിടാൻ പറഞ്ഞ ഒരു വാക്യം, എപ്പോൾ നോക്കിയാലും പ്രസക്തമായ ഒരു വാക്യം. ബീർബൽ ഏറെ ആലോചിച്ച് എഴുതിയിട്ടു: ഇതും മാഞ്ഞു പോകും, ഇതും കഴിഞ്ഞു പോകും. എപ്പോൾ നോക്കിയാലും പ്രസക്തമായ കാര്യമാണ്. ഇപ്പോൾ ദുഃഖമാണോ, അത് മാറി പിന്നെ സന്തോഷം വരും. ഇപ്പോൾ സന്തോഷമാണോ, അത് മാറി പിന്നീട് ദുഃഖം വരും. എപ്പോൾ നോക്കിയാലും പ്രസക്തമായ ഒരു വാക്യം അദ്ദേഹം എഴുതിയിട്ടത് ഇങ്ങനെയാണ്: ഇതും കടന്നു പോകും. രണ്ടാമതൊരു കൊച്ചു കഥ എങ്ങനെയാണ്: ഒരിക്കലൊരു മനുഷ്യൻ ബസ്സിൽ കയറി ഇരിക്കാനായി ഒരു സീറ്റിന് അന്വേഷിച്ചപ്പോൾ അല്പം വണ്ണമുള്ള ഒരാൾ ഒരു സീറ്റിൽ ഇരിപ്പുണ്ട്. കഷ്ടിച്ച ഒരാൾക്ക് കൂടി അതിലിരിക്കാം. ഈ സാധാരണ മനുഷ്യൻ ചെന്ന വണ്ണമുള്ള മനുഷ്യന്റെ അടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം അല്പം പോലും ഒന്ന് ഒതുങ്ങി കൊടുക്കാനായിട്ട് തയ്യാറായില്ല. ഓരോ തവണ ബസ് കുലുങ്ങുമ്പോഴും ഈ രണ്ടാമത് ചെന്നിരുന്ന മനുഷ്യൻ പയ്യെ സീറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അയാൾ വീണ്ടും അല്പം കൂടി കടന്നിരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. പക്ഷെ ഈ വണ്ണമുള്ള മനുഷ്യൻ അതിന് ഒരു കണ്ടഭാവം പരിഗണിക്കുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു: നിങ്ങൾക്ക് അല്പം കൂടി ഒന്ന് ശക്തമായി തിക്കിയാൽ അദ്ദേഹത്തെ അല്പം മാറ്റി ഇരുത്തുകയും നിങ്ങൾക്ക് അന്ന് സ്വസ്ഥമായിരിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: അതിൻ്റെ ആവശ്യമില്ല, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ആളാണ്. ഇത് അല്പസമയത്തേക്ക് മാത്രമുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇരിപ്പ് കൊണ്ട് ഞാൻ സമാധാനപ്പെട്ടുകൊള്ളാം, എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതാണ്. നല്ലൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൽകുന്നുണ്ട്. അല്പസമയത്തേക്ക് മാത്രമാണ് നമ്മുടെ യാത്രകൾ, നമ്മുടെ ജീവിതയാത്ര. അതെ, ഒരുപക്ഷെ നമ്മുടെ മറ്റ് ചില ജീവിതത്തിൽ കടന്നു വരുന്ന സന്ദർഭങ്ങൾ, അതൊക്കെ അല്പസമയത്തേക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക്, ഇപ്പോഴുള്ള കഷ്ടപ്പാടിനപ്പുറത്തേക്ക് ഈ അല്പസമയത്തിന് ശേഷം ഒരു സന്തോഷം കടന്നു വരുമെന്ന് ഈശോയുടെ വാക്കുകൾ നമുക്കൊന്ന് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയാൽ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ നിത്യമല്ല, അല്പകാലത്തേക്കാണ്. ചിലപ്പോൾ ആ ഒരു സങ്കടത്തിൻ്റെ കടൽ നീന്തി കഴിയുമ്പോൾ ഞങ്ങളെ കാത്ത് പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ കരയുണ്ട് എന്ന് ഓർക്കാനും അതിനെ പ്രത്യാശയോടെ നോക്കാനും ഞങ്ങളെ സഹായിക്കണമേ. വേദനകളിലും സങ്കടങ്ങളിലും പലവിധത്തിലുള്ള നിരാശകളിലുമായിരിക്കുന്നവർക്ക് അവരുടെ സങ്കടങ്ങൾക്കപ്പുറത്ത് ഒരു പ്രത്യാശയുടെ ആശ്വാസത്തിൻ്റെ തീരമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം അവരുടെ മനസ്സിലേക്ക് കൊടുക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.